സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫറൻഷിയേഷൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഡിഫറൻഷിയേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 2x + 3y = എന്താ sin x എന്നാണ്. ഇത് +2 സ്റ്റുഡൻസിൽ CBSE സിലബസിലുള്ളവർക്കും സ്റ്റേറ്റ് സിലബസിലുള്ളവർക്കും എന്താ ഒരുപോലെ പ്രയോജനപ്പെടുത്തക്ക രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോക്കി 2x + 3y = എന്താ sin x ആണ് നമ്മളുടെ ഇവിടെ ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും, ഡിഫറൻഷിയേറ്റ് 2x + 3y = sin x. അത് ഏത് സിലബസിലുള്ള കുട്ടികൾക്കായിരിക്കും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ എത്രയാണ്, 1 ആണ്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. dy/dx of x + 3 dy/dx of നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ടു dy/dx of എന്തെന്ന് എഴുതാം, sin x എന്ന് എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2 × 1 + 3 × y-യുടെ ഡെറിവേറ്റീവ് എന്താ, dy/dx ആണ്. 3 × dy/dx = sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. sin x-ന്റെ ഡെറിവേറ്റീവ് എന്താ, cos x. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഫൈൻഡ് dy/dx എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്, ഫൈൻഡ് dy/dx. dy/dxന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dy/dxന്റെ വാല്യൂ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 3 × dy/dx = cos x × cos x +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എത്ര വരും, -2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ dy/dx = cos x - 2 / 3. ഇതാണ് നമ്മളുടെ dy/dxന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ഫൈൻ ക്വസ്റ്റ്യൻ 2x + 3y = sin x എന്നൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഫൈൻഡ് dy/dx എന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനെ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ dy/dxലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യന് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x + 2y = sin y എന്നാണ്. നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ sin x ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് sin y ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും, ബോത്ത് സൈഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എന്താ, എക്സിൽ. 3 × dy/dx of x + 2 × dy/dx of y. നമ്മൾ പെട്ടെന്ന് ആൻസർ ഒന്നും എഴുതി വെക്കരുത്. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ എഴുതി വെക്കരുത്. കാരണം മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പിനുമാണ് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ മിസ്സാക്കാതെ നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, dy/dx of എന്തെന്ന് എഴുതാം, sin y. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്, 1 ആണ് അല്ലേ. 2 × dy/dx = sin y-യുടെ ഡെറിവേറ്റീവ് ആണ് cos y എന്ന് പറയുന്നത്. sin y-യുടെ ഡെറിവേറ്റീവ് എന്താ, cos y. അപ്പോൾ നമുക്കിവിടെ സൈൻ്റെ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. സൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ്. നെക്സ്റ്റ് വൈയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ടില്ല. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്താ, ഇൻറ്റു dy/dx. ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറയുന്നത് എന്താ, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു എന്തെന്ന് വരും, dy/dx. നമുക്ക് ഇവിടെയും ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് dy/dx. dy/dx ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം, 3 = cos y × dy/dx - 2 × dy/dx. ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. കാരണം നമുക്ക് dy/dx നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് cos y × dy/dx - 2 × dy/dx = എന്തെന്ന് എഴുതാം, നമുക്ക് 3 എന്ന് എഴുതാം. dy/dx കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, dy/dx കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്, cos y - 2 എന്നാണ് വരുന്നത് അല്ലേ. = എന്താ, 3. cos y - 2 = 3. അപ്പോൾ dy/dxന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ് dy/dx, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിലേക്ക് എഴുതുകയാണ്. എന്താണ് dy/dxന്റെ വാല്യൂ, നമുക്ക് എന്താ കിട്ടിയത്, dy/dx = എന്തെന്നാ, 3 / ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ എന്താകും, ഡിവിഷൻ ആകും. അപ്പോൾ 3 / എന്തെന്ന് എഴുതാം, നമുക്ക് cos y - 2 എന്ന് എഴുതാം. എന്താണ് 3 / cos y - 2. ഇതാണ് dy/dxന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് പറ്റണില്ലെങ്കിൽ പറയുക. അപ്പോൾ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. ഇതാണ് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈ എന്ന് പറയുന്നതിന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് കൊടുക്കാം? എക്സ് വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് കൊടുക്കാം? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് കൊടുക്കാം? ടാൻ എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് വൈ. ഓക്കെ, എക്സും വൈ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ പ്രൊഡക്റ്റ് റൂൾ ആണ്. രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും ഒരു എക്സിനെയും വൈനെയും ഒരുപോലെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ, എക്സിൻ്റെയും വൈയുടെയും ഡിഫറൻഷിയേഷൻ ഒരുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ ഏതാണ്? പ്രൊഡക്റ്റ് റൂൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂളിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും? എക്സിന്റെ ഫസ്റ്റ് ഇത് യുവും ഇത് വിയും ആണ് അല്ലേ? രണ്ട് ഫംഗ്ഷനാണ്. പ്രൊഡക്റ്റ് റൂളിന്റെ ഇക്വേഷൻ എന്താ? യുവും വിയും രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, യുവും വിയും രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു. എന്താണ്? യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ് ഇൻറ്റു വൈ. എക്സിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താ? സെക്കൻഡ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് പറ്റി. ഇത് എക്സും വൈ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനാണ്. ഫസ്റ്റ് നമ്മൾ ഏതിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്? യുവിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എന്താ? വി അല്ലേ? യു എന്ന് പറയുന്നത് എന്താ? എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര? 1 ഇൻറ്റു വൈ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഇനി എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താ? സെക്കൻഡ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y സ്ക്വയർ 2y അല്ലേ? ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y ഇൻറ്റു വൈ സ്ക്വയറിന്റെ ആണ് നമ്മളിപ്പോൾ ഡിഫറൻഷിയേറ്റ് എടുത്തേക്കുന്നത്. ഇനിയും വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? എന്താ? ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ വൈ സ്ക്വയർ വരികയാണെങ്കിൽ ആദ്യം പവറിന്റെ എടുക്കുക, എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? വൈയുടെ ഡെറിവേറ്റീവ് എടുക്കാൻ. ഇസ് ഈക്വൽ ടു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ് പ്ലസ് എന്തെന്ന് വരും? ഡി വൈ ബൈ ഡി എക്സ്. എന്താണ്? സി സ്ക്വയർ എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യേണ്ടത് കൊണ്ട് ഡി വൈ ബൈ ഡി എക്സിന്റെ ടേംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈ. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യാം? നമുക്ക് കോമൺ എടുക്കാം. ഡി വൈ ബൈ എക്സ് ഡി എക്സ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈ. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? സി സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1. ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ എക്സസൈസ് തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു പൈ. ഇതിലും നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സൈൻ സ്ക്വയർ വൈയുടെ ഡിഫറൻഷിയേഷൻ. അപ്പം എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്നത് എഴുതാം നമുക്ക്? സൈൻ സ്ക്വയർ വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് നെക്സ്റ്റ് എഴുതാം? കോസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്താ? പൈ. സൈൻ സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. ആദ്യം നമ്മൾ എന്തിന്റെ എടുക്കേണ്ടത്? ആദ്യം പവറിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. പവറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു എൻ ആകുമ്പോൾ എന്ത് വരും? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റൈസ് ടു 2 ആണെങ്കിൽ എന്ത് വരും? 2x. എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? 3x സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 സൈൻ വൈ. എന്തെന്നാ വരുന്നത്? 2 ഇൻറ്റു സൈൻ വൈ അല്ലേ? 2 ഇൻറ്റു സൈൻ റൈസ് ടു 1 എന്നാണ് വരുന്നത്. 2 സൈൻ വൈ ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇനി നമുക്ക് കോസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കാം. കോസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ആണ്. എന്താണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ
എക്സ് വൈ അതേപോലെ തന്നെ എഴുതുക. എക്സും വൈയും ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ എക്സും വൈ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു എന്തെന്ന് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു എന്തെന്ന് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ നമുക്ക് ഈ സൈൻ എക്സ് വൈനെ ആദ്യം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്താ? സൈൻ 2 തീറ്റ. 2 സൈൻ തീറ്റ. അപ്പൊ ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. 2 സൈൻ വൈ കോസ് വൈ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2y എന്ന് എഴുതി കൂടെ? 2 സൈൻ വൈ കോസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2y ഇൻറ്റു എന്തെന്ന് എഴുതാം? ഡി വൈ ബൈ ഡി എക്സ്. ആ ഡി വൈ ബൈ ഡി എക്സ് അതേപോലെ എഴുതുക. അപ്പൊ 2 സൈൻ വൈ കോസ് വൈ എന്ന് പറയുന്നത് സൈൻ 2y ആണ്. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണെങ്കിൽ അതിനെ നമുക്ക് ഈ ഫോമിൽ വന്നത് കൊണ്ട് സൈൻ 2y എന്ന് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് എന്താ മൈനസ് സൈൻ വൈനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ എന്തൊരു സൈൻ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ. അതുപോലെ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 0. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ ടേം ഫുൾ അപ്പുറത്തേക്ക് പോകില്ലേ? ഏത് ടേമാ? ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ, ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ എന്താ? വൈ ഇൻറ്റു സൈൻ എക്സ് വൈ എന്ന് നമുക്ക് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? സൈൻ 2y മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വൈ ഇൻറ്റു സൈൻ വൈ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? വൈ ഇൻറ്റു സൈൻ വൈ ഡിവൈഡഡ് ബൈ എന്താണ്? ഈ ടേം ഫുൾ എഴുതാം. എഴുതി കൂടെ? സൈൻ 2y മൈനസ് എന്താ? എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്